ഹായ് കൂട്ടുകാരെ, KL വേൾഡ് വൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ARSൻ്റെ ഷിജോ ഓടിക്കുന്ന വണ്ടിയാണ്. ടയർ പഞ്ചറായി. അങ്ങനെ ഒരു മൊബൈൽ ടയർ വർക്ക്ഷോപ്പ് വരെ വിളിച്ച് അവർ വന്നിട്ടുണ്ട്. അവരുടെ കോൺടാക്റ്റ് നമ്പറാണിത്. ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. പുളിയറ ടു പുനലൂർ എവിടെ ആണെങ്കിലും അവർ ഓടിയെത്തുന്നതായിരിക്കും. വണ്ടിയുടെ പേര് നിജാം എന്നാണ്. മൊബൈൽ ടയർ വർക്ക്ഷോപ്പാണ്. അപ്പോൾ ഈ റൂട്ടിൽ ടയർ പഞ്ചറായി പെട്ട് കിടക്കുന്നവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതാണ് ഷിജോ. നമ്മുടെ ചെറുക്കൻ്റെ വണ്ടിയാണ് ഈ കിടക്കുന്നത്. ടാറ്റ സിഗ്ന 16 വീലാണ് ഗൈസ്. 16 വീല് സെക്കൻഡ് ആക്സിലാണ് ലെഫ്റ്റ് സൈഡിലെ പഞ്ചറായത്. ചെറുക്കൻ ഏകദേശം ട്യൂബൊക്കെ സെറ്റ് ചെയ്ത് പൗഡർ അടിച്ചുകൊണ്ടിരിക്കുക. വണ്ടിക്കകത്ത് എല്ലാ സെറ്റപ്പും ഉണ്ട്, ഇല്ലാത്തൊന്നുമില്ല. ചെറുക്കൻ്റെ പണി അവിടെ ഗംഭീരമായി നടക്കുന്നുണ്ട്. നമ്മൾ അവനെ ശല്യപ്പെടുത്താതെ സൈഡിൽ കുടുങ്ങി പോരുന്നു. നമ്മുടെ നന്ദു ക്യാബിനകത്ത് കയറിയിരുന്ന് ടാറ്റയുടെ വണ്ടി അങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കുകയാണ് ഗൈസ്. ക്യാബിനൊക്കെ ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളിയാണ്. സിഗ്നയുടെ വണ്ടിയായതുകൊണ്ട് ക്യാബിനൊക്കെ പൊളിയാണ്. ലെഫ്റ്റ് സൈഡ് സിംഗിൾ സീറ്റാണേ ഉള്ളൂ. സിംഗിൾ സീറ്റ് ഒരാൾക്കിരിക്കാം. ബാക്കിൽ സ്ലീപ്പറുണ്ട്. സ്ലീപ്പറിലും 2-3 പേർക്ക് ഇരിക്കാം. ക്യാബിനൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട്, കുഴപ്പമില്ല. ഷിജോ വണ്ടിയൊക്കെ അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അവനെപ്പോഴും മുഖം നോക്കാൻ വേണ്ടി ഒരു കണ്ണാടി എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്, ക്വാർട്ടർ ഗ്ലാസ്. അപ്പോൾ വണ്ടിയൊക്കെ പൊളിയായിട്ടാണ് ചെറുക്കൻ കൊണ്ട് നടക്കുന്നത്. അതാവും ഷിജോ നേരത്തെ ബെസ്റ്റ് ഓടിക്കൊണ്ടിരുന്നതാണ്. ബെസ്റ്റിൽ നിന്ന് ഇറങ്ങി ARS കയറിയതാണ്. ബെസ്റ്റിലെ സാരഥിയായിരുന്നു, ഇപ്പോൾ ARSലെ സാരഥിയായി മാറിക്കഴിഞ്ഞു നമ്മുടെ ഷിജോ. നമ്മുടെ ചങ്കാണ് ചെറുക്കൻ. ചെറുക്കൻ ഇങ്ങനെ നിൽക്കുന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അടിപൊളി ഡ്രൈവറാണ്. വണ്ടിയൊക്കെ പടവനായിട്ട് ഓടിക്കും, പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ ബെസ്റ്റ് 2-3 വർഷം ഓടിയതാണ്. ഫ്ലാപ്പിന് എന്തോ കുഴപ്പമുണ്ടാകുമെന്ന് നോക്കുകയാണ്. ഫ്ലാപ്പ് സെറ്റ് ചെയ്യാൻ തോന്നുന്നു. ചിലപ്പോൾ ഈ ഫ്ലാപ്പ് കടിച്ച് ടയർ പഞ്ചറാവാനും സാധ്യതയുണ്ട്. ഫ്ലാപ്പ് പ്രശ്നമുണ്ടെങ്കിലും ടയർ പണി കിട്ടും ഗൈസ്. അപ്പം സെക്കൻഡ് ആക്സിലായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അവൻ എങ്ങനെയൊക്കെയോ അവിടെ റൈറ്റ് സൈഡ് ഉണ്ടായതുകൊണ്ട് അവിടെ പിടിച്ചൊതുക്കിയിട്ടു. അതൊരു കയറ്റം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെയാണ്. അങ്ങനെ ബായി ടയറൊക്കെ സെറ്റ് ചെയ്ത് ട്യൂബും സെറ്റ് ചെയ്ത് ഫ്ലാപ്പ് അതിനകത്തോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലാപ്പും കയറ്റി ഹബും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ടയർ ഓക്കെ ആയി. വേറെ പണിയൊന്നുമില്ല. ചെറിയ പണിയേ ഉള്ളൂ. പക്ഷെ അത് എന്നും ചെയ്യുന്നവർക്കും അതിനാക്കറിയുന്നവർക്കും ആണെങ്കിൽ അത് സിമ്പിളാണ്. നമ്മളത് ചെയ്യുമ്പോൾ ഇച്ചിരി നമുക്ക് കഷ്ടപ്പാട് പോലെ തോന്നും. അത് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഇതെല്ലാം പുഷ്പം പോലെ നമുക്ക് ചെയ്യാനുള്ള ഗൈസ്. അതുകൊണ്ടാണ് ചെറുക്കൻ ഒറ്റയ്ക്ക് ഉള്ളതിലും എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ ഡീൽ ചെയ്യും. ആൾ നോക്കി നിങ്ങൾ വിലയിരുത്തേണ്ട. ചെറുക്കൻ്റെ വർക്ക് അടിപൊളിയാണ്. അതുകൊണ്ട് ആരെങ്കിലും വണ്ടി ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം ചെറുക്കനത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് അവനെ ഒരുപാട് ശല്യപ്പെടുത്താത്ത രീതിയിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ അവനോട് ഇടയ്ക്ക് ഞാൻ കാര്യം സംസാരിക്കുന്നുമുണ്ട്. പിന്നെ നമ്മൾ ഓൺ വോയിസ് ഇടാത്തത് കൊണ്ടാണ് നിങ്ങളത് കേൾക്കാത്തത്. ഓൺ വോയിസൊക്കെ നമുക്ക് ഇടണമെന്നുണ്ട്. നമ്മൾ മെച്ചപ്പെട്ട് വരുന്നേ ഉള്ളൂ നമ്മുടെ യൂട്യൂബ് ചാനൽ. അപ്പം ഉടനെ തന്നെ നമ്മൾ ഓൺ വോയിസിലൊക്കെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇച്ചിരി മെച്ചപ്പെട്ട രീതിയിൽ ക്രിയേറ്റീവായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ്സ് ഒന്നും വിഷമിക്കരുത്. നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നമ്മളോട് ക്ഷമിക്കുക. നമ്മളെല്ലാം പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പം എന്താ പറയുക, നമ്മുടെ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് പുളിയറയ്ക്കും എസ്പെൻഡിനും ഇടയ്ക്കാണ്. എസ്പെൻഡ് എന്ന് പറയുന്നത് ആര്യങ്കാവ് കഴിഞ്ഞ് നമ്മൾ ബോർഡർ വരുന്ന ഒരു എസ് ആകൃതിയിലുള്ള വളവുണ്ട്. ആ ഒരു എസ് ആകൃതിയിലുള്ള വളവിനെയാണ് എസ്പെൻഡ് എന്ന് പറയുന്നത്. എല്ലാവരും എസ്പെൻഡ് എന്ന് വിളിച്ച് അങ്ങനെയാണ് പറയുന്നത്. എസ് വളവെന്നും പറയാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെയും പുളിയറ ചെക്ക് പോസ്റ്റിൻ്റെ ഇടയ്ക്കാണിത്. അവിടെ ചെറിയ സ്ലോപ്പിലാണ് വണ്ടി കിടക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ വണ്ടി മേളിൽ കയറ്റിയിട്ട് എസ്പെൻഡിൻ്റെ തൊട്ട് താഴെ ഒരു ചായക്കടയുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ വണ്ടി ഒതുക്കിയിടാൻ സ്ഥലമുണ്ട്. ഈ സ്ലോപ്പിലിടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി ഒതുക്കിയിട്ടിട്ട് ഞാനും നന്ദുവും കൂടെ വന്നാൽ ഞങ്ങൾക്ക് 2 പേർക്കും ലോഡ് വണ്ടിയാണ്. എനിക്കും ലോഡാണ്, നന്ദുവിനും ലോഡാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരും നമ്മുടെ കൂട്ടുകാരനായതുകൊണ്ട് എന്തോ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്ന് നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത്.
അങ്ങനെ ചെറുക്കൻ പോസ്റ്റ് അടിച്ച് നിന്നപ്പം നമ്മളും കൂടെ അതിനൊരു സപ്പോർട്ടിന് വേണ്ടി ഇറങ്ങി വന്നതാണ് ഗൈസ്. അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ലോറി സുഹൃത്തുക്കൾക്കറിയാൻ വേണ്ടി ആർക്കെങ്കിലും ഈ നമ്പർ അറിയാത്തതുണ്ടെങ്കിൽ നമ്പർ നോക്കിക്കോളൂ. 9943204004. ഓക്കെ, 9943204004. അപ്പോൾ ഇതാണ് അവരെ ബന്ധപ്പെടാനുള്ള നമ്പർ. ആ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ എവിടെയാണെങ്കിലും ഓടിയെത്തും. ഒരുപാട് ദൂരം വരുമ്പോൾ അതിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും. മാക്സിമം വണ്ടി നമുക്ക് ഒരു കടയിലോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലെത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള മൊബൈൽ ടയർ വർക്ക്ഷോപ്പുകാരെ നമ്മൾ ബന്ധപ്പെടുന്നത്. നമുക്ക് കടയുടെ അടുത്ത് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. നമുക്കല്ലാതുള്ള സാഹചര്യങ്ങളിൽ ഇവരെ വിളിക്കാൻ അല്ലാതെ വേറെ വഴി നമുക്കില്ല. നമ്മുടെ നന്ദു വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ നൈസിന് അവൻ്റെ അവസ്ഥയൊക്കെ കണ്ട് അവനോട് സംസാരിച്ചു. എന്നിട്ട് ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് നീങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു നേഴ്സറിയൊക്കെ ഉണ്ട്, ചെടി നേഴ്സറി. അപ്പോൾ എന്താ പറയുക, ഇതാണ് നമ്മുടെ ഹസ്ബൻഡിന് മുമ്പായിട്ടുള്ളൊരു റെസ്റ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ കുറേ ചായക്കടയും പിന്നെ ഫ്രൂട്ട്സിൻ്റെ കടയൊക്കെ ഉണ്ട്. നമ്മളവിടെയൊക്കെ പോയി ചായ കുടിച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് ഹൈ റേഞ്ച് കയറുന്നതായിരിക്കും നമുക്ക് നല്ലത്. കാരണം വണ്ടിയൊന്ന് ഹീറ്റായിരിക്കുമായിരിക്കും, ഇത്രയും ഓടി വരുമ്പം തന്നെ ടയറൊക്കെ ഹീറ്റായിരിക്കും. അപ്പോൾ ആ ടയറൊക്കെ ഒന്ന് തണുത്ത് കിട്ടാനും ഡ്രൈവർമാർക്ക് ചായ കുടിച്ച് 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. നമ്മുടെ ഷിജോയുടെ വണ്ടി ഏകദേശം പണി തീരാറായി. ടയർ ഇനി സെറ്റ് ചെയ്താൽ മതി. ഈ റൂട്ട് കൂടുതലും ട്രെയിലറുകളാണ് ഇപ്പം എംസാൻഡും വിസാൻഡൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ വണ്ടിയെടുത്ത് കേരളത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.